അഞ്ജു മാർക്കറ്റിൽ തന്റെ കടയിൽ ഇരുന്നു കൊണ്ട് റാഖി വിറ്റുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ആള് അഞ്ജുവിന്റെ അടുത്ത് വന്ന് എന്തു പറഞ്ഞെന്നാൽ, എനിക്കൊരു രാഖി വേണം അഞ്ജു. അതേ, ഒരു രാഖിന്റെ വില എത്രയാണ്? റാഖിക്ക് യാതൊരു വിലയും ഇല്ല ഏട്ടാ, അത് വിലമതിക്കാനാകാത്തതാണ്. അഞ്ജു പറഞ്ഞത് കേട്ടിട്ട് ബില്ലു ചിരിക്കാൻ തുടങ്ങി. കടയിലിരുന്നു കൊണ്ട് ഒരുപാട് തത്വങ്ങളൊന്നും പറയല്ലേ അഞ്ജു. നിന്റെ ഈ തത്വവും നിന്റെ കടയിനെ നാശമാക്കും. ഈ ലോകത്ത് എല്ലാ സാധനങ്ങൾക്കും ഒരു വിലയുണ്ട്. ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് പറഞ്ഞത്. നിന്റെ സംസാരം കേട്ടാ പറയും കൊറേ ചേട്ടന്മാരൊക്കെ റോക്കി കെട്ടിട്ടുണ്ട് എന്ന്. എല്ലാം ഞങ്ങൾക്ക് അറിയാം, നിനക്ക് ഒരു ചേട്ടനും ഇല്ലാന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് ബില്ലു അഞ്ജുവിനെ കളിയാക്കിയതുപോലെ അവിടെ നിന്നും പോയി. വൈകുന്നേരം അഞ്ജു വളരെ സങ്കടത്തോടെ തന്റെ അമ്മ കൗസല്യയോട് പറഞ്ഞു, അമ്മേ, വർഷാവർഷം രക്ഷാബന്ധൻ വരുമ്പോഴൊക്കെ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. എനിക്കും ഏട്ടനെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് രാഖി കെട്ടുമായിരുന്നല്ലോ. അതൊക്കെ കളാ, നീ ഒരു കാര്യം പറ, ഇന്ന് എത്രയാ വ്യാപാരം നടന്നത്? ഇന്ന് 200 രൂപയ്ക്ക് മാത്രമേ വ്യാപാരം നടന്നുള്ളൂ. അഞ്ജു പറഞ്ഞത് കേട്ടിട്ട് കൗസല്യ സ്തംഭിച്ചു പോയി. എന്തു പറഞ്ഞെന്നാൽ, മോളെ, നിനക്ക് നന്നായിട്ട് അറിയാം, ഞാൻ തലവന്റെ കൈവശം നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയാണ് ഈ കടയിട്ടത്. പിന്നെ തലവനും ഒരു നിബന്ധന പ്രകാരമാണ് കാശ് നൽകിയത്. ഞാൻ വാങ്ങിയ കാശ് രക്ഷാബന്ധന് മുൻപേ തന്നെ തിരികെ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അതും പലിശയോടെ ചേർത്ത്. അമ്മേ, ഇപ്പോഴേക്ക് ആർട്ടിഫിഷ്യൽ പിന്നെ ബ്രാൻഡഡ് രാഖിയും വന്നിട്ടുണ്ട് അമ്മേ. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന റാഖി ഇപ്പോൾ ആരും വാങ്ങാറില്ലമ്മേ. നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട. നാളെ ഞാൻ വീടുകൾ തോറും ചെന്ന് രാഖി വ്യാപാരം ചെയ്യാം. എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ രാഖി തീർച്ചയായും വ്യാപാരമാകുമെന്ന്. അടുത്ത ദിവസം അഞ്ജു വീടുകൾ തോറും ചെന്ന് റാഖി വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അഞ്ജുവിന്റെ റാഖി ആരും തന്നെ വാങ്ങിയില്ല. അഞ്ജു ഒരുപാട് ക്ഷീണിച്ച് തന്റെ കടയിൽ ചെന്ന് ഇരുന്നു. അപ്പോഴാണ് ഒരു വയസ്സായ മുത്തശ്ശി അഞ്ജുവിന്റെ കടയിലേക്ക് വന്ന് അഞ്ജുവിനോട് പറഞ്ഞത്, എന്തു പറ്റി? നീ എന്താ ഇത്ര വിഷമിച്ച് ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നേ? വീടുകൾ തോറും ചെന്ന് രാഖി വ്യാപാരം ചെയ്താൽ നല്ല വിൽക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അമ്മ അവരുടെ കൈകൊണ്ട് ചെയ്ത രാഖിയെ ആരും വാങ്ങുന്നില്ല. ഞാൻ ഈ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഒരു കാട്ടിൽ ഒരു കുടിൽ കെട്ടി ജീവിക്കുകയാണ്. നീ നാളെ നിന്റെ രാഖിയും എടുത്തുകൊണ്ട് എന്നെ കാണാൻ അവിടേക്ക് വാ. ഞാൻ നിന്റെ രാഖി മൊത്തമായിട്ട് വാങ്ങിച്ചേക്കാം. ആ അമ്മ പറയുന്നത് കേട്ടിട്ട് അഞ്ജു ഒരുപാട് സന്തോഷിച്ചു. വൈകുന്നേരം അഞ്ജു തന്റെ വീട്ടിലേക്ക് പോയി. അഞ്ജുവിന്റെ അമ്മ വളരെ സങ്കടത്തോടെ അഞ്ജുവിനോട് എന്തു പറഞ്ഞെന്നാൽ, മോളെ, ഇന്ന് നിന്റെ മുഖത്ത് തളർച്ച നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നു. ഇന്ന് എത്ര രൂപയ്ക്കാ മോളെ വിറ്റത്? അമ്മേ, ഞാൻ ഈ ഗ്രാമത്തിലെ എല്ലാ വീട്ടിന്റെ കതകും തട്ടി നോക്കി, പക്ഷെ ആരും റാഗി വാങ്ങുന്നില്ല. അഞ്ജു പറഞ്ഞത് കേട്ടിട്ട് കൗസല്യ നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, നിന്റെ പ്രായം പഠിക്കേണ്ട പ്രായമാണ്. പക്ഷെ ഈ പ്രായത്ത് നീ വീടുകൾ തോറും ചെന്ന് റാഗി വ്യാപാരം ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്ക് അസുഖമില്ലാതെ ഞാൻ നന്നായിരുന്നിരുന്നെങ്കിൽ, ഒരു പക്ഷെ നിനക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോഴാണ് ഗ്രാമത്തലവൻ തന്റെ കൂടെ ബ്രിജുവിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. കൗസല്യ, നീ ഒരു കാര്യം മറന്നു തോന്നുന്നു. നീ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു, അതും അസലും വട്ടിയെല്ലാം ചേർത്ത്. തലവൻ സാറേ, ഞാൻ നിങ്ങളിൽ നിന്നും കടം വാങ്ങിയ കാശ് വെച്ച് ഞാനും എന്റെ മകളും ചേർന്ന് ഒരുപാട് റാഗികൾ പതുക്കെ ചെയ്തു. ഞാൻ കരുതി വരാൻ പോകുന്ന രക്ഷാബന്ധൻ ആഘോഷത്തിന് ആ റാഗികളൊക്കെ വിൽപ്പനയാകുമെന്ന്, ഞങ്ങളുടെ കയ്യിലും കുറച്ച് കാശ് നിൽക്കുമെന്ന് കരുതി. പക്ഷെ ഈ വർഷം വ്യാപാരം ഒട്ടും നടന്നില്ല. നിന്റെ മകളുടെ റോക്കി ആരാ മേടിക്കുക കൗസല്യ? നിന്റെ മകള് മാർക്കറ്റിലെ റോക്കി ബിസിനസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? പക്ഷെ ഒരുപാട് തത്വങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് എന്റെ പൈസ വേണം. തലവൻ സാറേ, ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്ക്. വ്യാപാരം നടന്ന കാശ് കൊണ്ട് ഞങ്ങൾക്ക് ആഹാരം പോലും ഉണ്ടാക്കി കഴിക്കാൻ തികഞ്ഞില്ല. ശരി, അതൊക്കെ ഇരിക്കട്ടെ. നീ റാക്കിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ റോക്കിയൊക്കെ എടുത്തുകൊണ്ട് നീ തരുന്ന പൈസക്ക് ഈട് കെട്ടാം. ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ തന്റെ കൂടെ കൊണ്ടുവന്ന വിജുവിനോട് പറഞ്ഞു, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? കൗസല്യന്റെ വീട്ടിൽ എത്ര റോക്കി ഉണ്ടോ എല്ലാം എടുത്തോണ്ട് വാ. വിജു ആ എല്ലാ റാഗിയെയും കയ്യിലെടുത്തു. ഇവിടെ നോക്ക് കൗസല്യ, നിന്റെ റോക്കിയല്ലേ ഞാൻ ജപ്തി ചെയ്ത്. എന്റെ പൈസക്ക് ഞാൻ ഈട് കിട്ടും. പക്ഷെ വട്ടീനും ബാക്കി കിടക്കുന്നുണ്ട്. നിന്റെ മകൾക്കും ഇപ്പോ പ്രായമായിരിക്കുന്നു. പിന്നെ എന്റെ ചേട്ടന്റെ മോൻ ചന്തുവും വിവാഹത്തിന് തയ്യാറാണ്. ഒരുപക്ഷെ രക്ഷാബന്ധത്തിന്റെ മുന്നേ എന്റെ പൈസ എനിക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ മകൾ അഞ്ജുനെ ഞാൻ പൊക്കിക്കൊണ്ടു പോകും. പിന്നെ എന്റെ മോൻ ചന്തുവിനെ ഞാൻ വിവാഹം ചെയ്തു വെക്കും.
ഈ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം നിങ്ങളുടെ ഏട്ടന്റെ മകൻ മഹാകുടികാരനും വൃത്തികെട്ടവനുമാണെന്ന്. അതുപോലെ കാര്യം നീ നടക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ രക്ഷാബന്ധന്റെ 2 ദിവസം മുന്നേ എനിക്ക് തരാവേണ്ട പൈസ നീ തന്നേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ തന്റെ കൂട്ടുകാരൻ ബിജുവിനെ വിളിച്ചുകൊണ്ട് റാഗി മൊത്തം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അടുത്ത ദിവസം അഞ്ജു ഒരുപാട് ദൂരത്ത് ഗ്രാമത്തിലെ ഒരു മരത്തിനടിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ അതേ വയസ്സായ മുത്തശ്ശി അവിടേക്ക് വന്നു. ഞാൻ രാവിലെ മുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ നീ റാഗി എടുത്തുകൊണ്ട് എന്നെ നോക്കാൻ വന്നതേ ഇല്ലല്ലോ. അഞ്ജു നടന്നതൊക്കെ ആ അമ്മയോട് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മയും ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അതോടൊപ്പം ആ തലവൻ പേടിപ്പിച്ചിട്ട് പോയിരിക്കുക. ഞാൻ ഇനിയിപ്പോ എന്തു ചെയ്യും? ശരി, എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് നീ വാ. നിനക്കൊരു കാര്യം കാണിക്കാനും അതിനെക്കുറിച്ച് പറയാനും ആഗ്രഹിക്കുന്നു. അഞ്ജു ആ മുത്തശ്ശിയോടൊപ്പം ചെന്നു. ആ മുത്തശ്ശി തന്റെ വീട്ടിലേക്ക് ചെന്നതും അഞ്ജുവിന്റെ കയ്യിൽ ഒരു റാഖി നൽകി. ഇതെന്താണെന്ന് നിനക്കറിയാമോ? ഇത് ഒരു റാഖിയാണ്. ഇതൊരു സാധാരണ റാഖി അല്ല മോളെ, ഇത് ഒരു മാന്ത്രിക റാഖിയാണ്. ഈ റാഖിയുടെ അകത്ത് ഒരു മൊത്ത റാഖി ഗ്രാമം തന്നെ ഉണ്ട്. അവിടെ ഒന്നിനേക്കാൾ ഒന്ന് വില ഉയർന്നതും അതുമാത്രമല്ല മികച്ച റാഖികൾ ഇളവായിട്ട് നിനക്ക് കിട്ടും. അതുമാത്രമല്ല ഈ റാഖി ഗ്രാമത്തിൽ റാഖി മത്സരവും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു പെണ്ണാണോ റാഖി മത്സരത്തിൽ ചെന്ന് വിജയിക്കുന്നത് അവൾക്ക് സമ്മാനമായി ഒരു ഏട്ടനും കിട്ടും. ആ മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് അഞ്ജു ഒട്ടും തന്നെ വിശ്വസിക്കാതെ മുത്തശ്ശിയോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ എന്നെ ഒന്നും കളിയാക്കുന്നതല്ലല്ലോ അല്ലേ? പിന്നെ ഇങ്ങനെയുള്ളൊരു മാന്ത്രിക റാഖി ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം ആ ഗ്രാമത്തിന്റെ തലവൻ ഒരു ആണല്ല, ഒരു പെണ്ണാണ് തലവിയായിട്ടിരിക്കുന്നത്. പിന്നെ ഞാനാണ് ആ ഗ്രാമത്തിന്റെ തലവി. ഇപ്പോൾ ഈ റാഖി നീ നിന്റെ കയ്യിൽ ഇറുക്കമായി പിടിച്ചോളൂ. പിന്നെ നിന്റെ കണ്ണുകൾ ഇറുക്കി മൂടിക്കോളൂ. നീ നിന്റെ കണ്ണുകൾ തുറന്നതും തന്നെ നീ ആ മാന്ത്രിക റാഖികളുടെ ഗ്രാമത്തിൽ ചെന്നെത്തുന്നതാണ്. അഞ്ജു ആ റാഖി തന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു. അടുത്ത നിമിഷം തന്നെ അവൾ തന്നെ ഒരു അത്ഭുതമായ ഗ്രാമത്തിൽ കണ്ടു. അവിടെ റാഖിയുടെ വലിയ വലിയ കടകളുണ്ടായിരുന്നു. അപ്പോഴാണ് അഞ്ജുവിന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടത്. ശരിമേ, അവിടെ ആരെങ്കിലും റോക്കി പോട്ടില് പങ്കെടുക്കാൻ പോകുന്നു? അഞ്ജു തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു കടക്കാരൻ വലിയ റാഖി കടയിൽ ഇരുന്നു കൊണ്ട് എല്ലാരെയും വിളിച്ചു. ഉടനെ അഞ്ജു ആ കടക്കാരന്റെ അടുത്തേക്ക് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, സർ, ഇതാണോ മാന്ത്രിക റാഖി ഗ്രാമം? അതെ, ഇതാണ് മായ റാഖി ഗ്രാമം. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. കടക്കാരൻ അഞ്ജുവിന്റെ കൺമുൻപിലായി 3 റാഖികൾ വെച്ചു. ഒരു റാഖി സ്വർണം കൊണ്ട് ചെയ്തത്, മറ്റൊന്ന് വെള്ളി കൊണ്ട് ചെയ്തത്, പിന്നെ 3ാമത്തെ റാഖി സാധാരണമായത്. കടക്കാരൻ അഞ്ജുവിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇതിൽ നിനക്ക് ഏത് റാഖിയാ ഇഷ്ടപ്പെട്ടത്? അഞ്ജു ആ സാധാരണ റാഖിയിൽ കൈവച്ചിട്ട് എന്തു പറഞ്ഞെന്നാൽ, റാഖിക്ക് ആരും വില കൽപ്പിക്കാനാവില്ല. നീ കളിയിൽ വിജയിച്ചിരിക്കുകയാണ്. കടക്കാരൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഒരുപാട് വർണ്ണങ്ങളോട് കൂടി അവിടെ ഒരു ഭംഗിയുള്ള ചെറുക്കൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ അഞ്ജുവിനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, എന്റെ പേരാണ് മോഹൻ, പിന്നെ ഞാനാണ് നിന്റെ ചേട്ടൻ. നീ യഥാർത്ഥത്തിൽ എന്റെ ചേട്ടനാണോ? ഒരു ചേട്ടൻ തന്റെ അനുജത്തിക്ക് എല്ലാ കടമകളും ചെയ്യും. ഞാൻ തീർച്ചയായും നിനക്കൊരു ചേട്ടനാണ്, മായ ചേട്ടൻ. ഇപ്പൊ പറ അനീതി, നിനക്ക് എന്താ വേണ്ടത്? അഞ്ജു മോഹനോട് തന്റെ കഷ്ടങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു. ഇത്ര കഷ്ടമായ അവസ്ഥയിൽ എന്റെ ചേട്ടന് മാത്രമേ എന്നെ സഹായിക്കാനാവൂ. അഞ്ജു അവിടെ നിന്നും ഒരുപാട് റാഖികൾ എടുത്തുകൊണ്ട് മോഹിത്തിനോടൊപ്പം തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ തന്റെ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അമ്മേ, ഇദ്ദേഹമാണ് എന്റെ ചേട്ടൻ. അമ്മേ, അഞ്ജു പറഞ്ഞത് ശരിയാണ്. മോഹൻ അഞ്ജുവിനെയും വിളിച്ചുകൊണ്ട് ഗ്രാമത്തിലുള്ള മാർക്കറ്റിലേക്ക് വന്നു. ഭംഗിയുള്ള റാഖികൾ കണ്ടിട്ട് കുറച്ചു സമയത്തിനകം തന്നെ അവിടേക്ക് ഒരുപാട് ജനങ്ങൾ വന്നു കൂടാൻ തുടങ്ങി. കുറച്ചു നിമിഷങ്ങൾക്കകം തന്നെ എല്ലാ റാഖിയും വിറ്റഴിഞ്ഞു. മോഹൻ അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. ഈ പൈസ വെച്ചോളൂ അമ്മേ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ദിവസത്തിനു ശേഷം മോഹൻ ദിവസവും അഞ്ജുവിനോടൊപ്പം ചേർന്ന് മാർക്കറ്റിൽ റാഖി വ്യാപാരം ചെയ്തു. ആ ഗ്രാമം മൊത്തം അഞ്ജുവിന്റെ റാഖി വളരെ പ്രാബല്യമായി. ഇത് കണ്ടിട്ട് തലവന്റെ ഏട്ടന്റെ മകൻ ചന്തു തലവനോട് എന്തു പറഞ്ഞെന്നാൽ, ആരാണെന്ന് അറിയില്ല ചിറ്റപ്പ, അഞ്ജുവിന്റെ ഒപ്പം ചേർന്ന് ഒരു പയ്യനും വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ റാഖി അടിപൊളി കച്ചവടമാണ്. അതെ, ഗ്രാമം മൊത്തം ഈ സംസാരമാണ് ഞാൻ കേട്ടത്. അവൻ അഞ്ജുവിന്റെ ചേട്ടനാണെന്ന്.
പക്ഷെ അതിൽ ചെറുതായിട്ട് പോലും സത്യമില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളം കൗശാലെന്ന് ഒരു ചെറിയ പയ്യൻ പോലും ഇല്ല. ഇതുപോലെ പോയിക്കൊണ്ടിരുന്നാൽ എന്റെയും അഞ്ജുവിന്റെ വിവാഹവും സ്വപ്നം നടക്കാതെ പോവച്ചാ. വിഷമിക്കണ്ട ചന്തു, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ കളി വിരിച്ചിരിക്കുന്നത്. എന്നെ നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ കൗശലിക്ക് പൈസ വെറുതെ കൊടുക്കുന്നാണോ? എന്റെ കൂടെ വാ. തലവൻ തന്റെ ഏട്ടന്റെ മകൻ ചന്തുവിനെ വിളിച്ചുകൊണ്ട് നേരെ കൗസല്യയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ മോഹൻ തന്റെ അനിയത്തി അഞ്ജുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. തലവൻ വളരെ ദേഷ്യത്തോടെ കൗസല്യയോട് എന്തു പറഞ്ഞെന്നാൽ, എനിക്കെല്ലാം അറിയാം കൗശല്യ, ഇതെല്ലാം നിന്റെ നാടകമാണെന്ന്. അതെ, ആരായി പയ്യൻ? ഈ ഗ്രാമം മുഴുവനും അവൻ നിന്റെ മോനാണെന്നും അഞ്ജുന്റെ ചേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. എന്റെ മകളെ മറന്നേക്കൂ, ഇവിടെ നിന്നും പുറത്തേക്ക് പോകൂ. നീ നിന്റെ മനസ്സിൽ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണ കൗശല്യ? അഞ്ജുനും ചന്തുനും ഇന്ന് തന്നെ വിവാഹം നടക്കണം. ഈ പയ്യൻ എന്താ ചെയ്യാൻ പോണെന്ന് ഞാനും നോക്കട്ടെ. അപ്പോഴാണ് മോഹൻ തലവനോട് വന്ന് എന്തു പറഞ്ഞതെന്നാൽ, ഇവിടുന്ന് മര്യാദക്ക് പുറത്തു പോയിക്കോ, അല്ലെങ്കിൽ നീ എന്താ മോനെ ചെയ്യാ? പെട്ടെന്ന് മോഹന്റെ കണ്ണുകളിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള പ്രകാശം പുറത്തേക്ക് വരാൻ തുടങ്ങി. പെട്ടെന്ന് ചന്തുവിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ചിറ്റപ്പ, എന്നെ രക്ഷിക്കൂ, എനിക്കൊന്നും കാണുന്നില്ല. ഇവിടെ നോക്കൂ തലവരെ, ഇത് ഒരു ചെറിയ ട്രെയിലറാണ്. ഇതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിർത്തിയില്ലെന്ന് വെച്ചോ, ഇനി എന്റെ കണ്ണുകളിൽ നിന്ന് ചുവന്ന കതിര് പകരം തീപ്പന്തം പോലും വരാം. എന്നെ ക്ഷമിക്കും മോനെ, എന്നെ എന്റെ ചേട്ടൻ മോനെ രക്ഷിപ്പിക്ക്. ഞങ്ങൾ എവിടുന്ന് പോകാൻ അനുവദിക്ക്. ഞങ്ങൾ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ ആർക്കും ഒന്നും പറയില്ല. ഞാൻ നിങ്ങളെ ഗുണമാക്കാം, പക്ഷെ ഒരു നിബന്ധന മാത്രം. അതായത് നിങ്ങൾ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഈ ഗ്രാമത്തെ വിട്ട് തന്നെ പുറത്തു പോകണം. ഞാൻ സമ്മതിക്കാം മോനെ, ഞാൻ സമ്മതിക്കാം. എടാ, എനിക്കിത് ഗ്രാമം എന്താ, ഞാൻ ഈ നാട്ടിൽ പോലും ഉണ്ടാവില്ല. നേരെന്താണെന്ന് വെച്ചാൽ ചന്തുവും തലവനും ഒരുപാട് പേടിച്ചു പോയി. മോഹൻ അവർ രണ്ടുപേരെയും ഗുണപ്പെടുത്തി. അവർ ഒരുപാട് പേടിച്ചു പോയി. രാത്രിയോട് രാത്രിയായി ആ ഗ്രാമത്തിൽ നിന്നും തന്നെ ഓടിക്കളഞ്ഞു. കുറച്ചു ദിവസത്തിൽ രക്ഷാബന്ധൻ വന്നു. അഞ്ജു മോഹന്റെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ നിരൂപിച്ചിരിക്കുന്നു ചേട്ടാ, നിങ്ങൾ എന്റെ സ്വന്തം ചേട്ടനാണെന്ന്. മോഹൻ ചിരിച്ചുകൊണ്ട് അഞ്ജു പിന്നെ കൗസല്യയോട് എന്തു പറഞ്ഞെന്നാൽ, ഇപ്പൊ ഞാൻ പോകേണ്ട സമയമായിരിക്കുന്നു. ഇനി രക്ഷാബന്ധന് കുറച്ച് സമയം മുന്നേ തന്നെ നിങ്ങൾ രണ്ടുപേരെയും കാണാൻ ഞാൻ തീർച്ചയായിട്ടും വരും. പിന്നെ അഞ്ജു, നിനക്ക് വേണ്ടി മായ റോക്കി ഗ്രാമത്തിന്റെ വാതില് എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും. ഞങ്ങളുടെ തലവര് നിനക്ക് റോക്കി തന്നില്ലേ, ആ റോക്കിനെ സൂക്ഷിച്ചു വെച്ചേക്ക്. ഇത്രയും പറഞ്ഞിട്ട് മോഹൻ അവിടെ നിന്നും മാഞ്ഞു പോയി. അഞ്ജു തന്റെ അമ്മയോടൊപ്പം സന്തോഷമായ ജീവിതം ജീവിക്കാൻ തുടങ്ങി.